ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പുതിയ എക്സാം VFA ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇങ്ങനെയുള്ള എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും അതുപോലെ ഒരു എക്സാമിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൈം ടേബിളൊക്കെ സെറ്റാക്കി അപ്പോൾ അതുപോലെയൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് ഓൾറെഡി സംസാരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ അതിനകത്ത് കുറച്ച് ബഹളമൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തീർക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് 28ലെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ച് ടോപ്പിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തീർക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അപ്പം അതിൻ്റെ ഒന്ന് റിവൈസ് ചെയ്യണം. അത്രേ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയാണല്ലേ, നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല, അതാണ് കാര്യം. ഇപ്പം ഞാൻ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു അല്ലെങ്കിൽ 2 റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്കൊരു ജോലിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇടയ്ക്കത്തൊക്കെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സിങ് ആണ്. കാരണം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്ന് എനിക്കത് തീർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ എന്താ, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഈ കുട്ടിക്ക് ജോലി ആവണില്ലേ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത് വലിയൊരു ലൂപ്പാണെന്നുള്ളത്. നമ്മൾ അതിനകത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലി മേടിച്ചിട്ടേ തിരിച്ച് കയറുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ച് എൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഭൂമിയുടെ ഘടന അത് തീർന്നിട്ടില്ല, അത് തന്നെ നമുക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. നമ്മൾ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് വീണ്ടും പഠിക്കുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ പഠിക്കാതിരിക്കുമ്പോൾ. ഇതൊക്കെ എപ്പോൾ പഠിച്ചു, ഇത് ഓർമ്മയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. ഇനി എല്ലാവരും ചോദിക്കുന്നത്, എനിക്ക് ഇങ്ങോട്ടൊരു പറയാനുള്ള കാര്യം, എന്നും PSC എഴുതുകയാണല്ലോ, എന്താ വരാത്തതെന്ന്. ഒരു തവണ അറ്റംപ്റ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ LD ആയാലും എന്ത് എക്സാം ആയാലും ഒരു തവണ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടി 3 വർഷം കാത്തിരിക്കണം, എങ്കിലേ നമുക്കൊരു എക്സാം എഴുതാൻ പറ്റുള്ളൂ വീണ്ടും. അത് അപ്പോൾ അടുപ്പിച്ച് എക്സാം വരുന്നുണ്ടെന്ന് കരുതി അതെല്ലാം നമുക്കുള്ളതല്ല, നമുക്കുള്ളത് എന്തോ ഒരെണ്ണമുണ്ട് എന്നുള്ള ഇതാണ് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്സ് എനിക്കിപ്പം ഭൂമി, ജോഗ്രഫി, അത് കഴിഞ്ഞിട്ട് ഇനി മലയാളം. എൻ്റെ അടുത്ത് ഞാൻ കറണ്ട് അഫെയർസ് പഠിച്ചിരുന്നു കേട്ടോ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മലയാളം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഞാൻ നാമം, അക്ഷരം, വർണ്ണം, ദ്യോതകം ഇതൊക്കെയാണ് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ മാത്സ്, നമ്പേഴ്സാണ്, അതും ജസ്റ്റ് ഞാൻ കഴിഞ്ഞിരുന്നു, എടുക്കാൻ പറ്റിയില്ല. കാരണം ചെറിയ കാര്യങ്ങളല്ലല്ലോ, നമ്മൾ ഒരു ഫാമിലി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയതായിട്ടൊരു ട്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം, അത് കഴിഞ്ഞിട്ട് പഠിക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തത്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എന്തായാലും പഠിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് എഴുതി വെച്ചിട്ടുള്ളത് എന്താണോ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നന്നായി പഠിക്കുക. പുതിയ പരീക്ഷകൾ, എൻ്റെ പ്രിലിംസ് കഴിഞ്ഞിരുന്നു, 10th പ്രിലിംസ് കഴിഞ്ഞിരുന്നു. അതുപോലെ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ ഞാനും എല്ലാം കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടെ. താങ്ക് യു.